സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 11-16 സ്പോയിലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ആ സ്പോയിലേഴ്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർഡർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ചാപ്റ്ററും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർഡർ റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് അറിയാൻ എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യുകയും ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിലും ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാനധികം പറഞ്ഞു പഠിപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ ചാപ്റ്ററിൻ്റെ പേര് ഗോഡ് വാലി ഇൻസിഡൻറ്റ്. നമ്മളെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ ഗോഡ് വാലിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റ് ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതുവരെ നമുക്ക് അവിടെ ഇവിടെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടായിരുന്നു ഗോഡ് വാലി കാണിച്ചിരുന്നതെങ്കിൽ ഇപ്പം നമ്മുടെ ഗോഡ് വാലി നമുക്ക് മുഴുവനായിട്ട് എനിക്ക് കാണാൻ കഴിയും. കവർ സ്റ്റോറിയിലായിക്കോട്ടെ നമ്മുടെ യാമട്ടോൻ്റെ കഥ തന്നെയാണ് കാണിക്കുന്നത്. നമ്മുടെ വാനവും മുഴുവൻ നമ്മുടെ യാമട്ടോ വിസിറ്റ് ചെയ്ത്. പിന്നെ നമ്മൾ മെയിൻ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ ഫസ്റ്റ് തന്നെ വലിയൊരു റിവലേഷൻ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡേവി ക്ലാൻ മെമ്പേഴ്സ് എല്ലാം ബക്കനിയേഴ്സ് ആണെന്ന്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്ലാക്ക് ബീഡ് ഒരു ബക്കനിയർ ആണെന്ന്. അപ്പോൾ ആ തിയറി ഇപ്പോൾ സത്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ മദറിനെയും ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ ചാപ്റ്ററിൽ. മദറിൻ്റെ പേരാണോ അല്ലെങ്കിൽ മദറിൻ്റെ അവസ്ഥയാണോ മെസ്സി എന്ന് തിരിഞ്ഞില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ഷീ ഈസ് മെസ്സി എന്ന. ഒരു പക്ഷേ ഇതൊരു പേരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ അമ്മയുടെ അവസ്ഥയായിരിക്കും ആ ടൈമിലുള്ളത്. പിന്നെ നമ്മുടെ ഷാങ്ക്സിൻ്റെയും ഷെമറോക്കിൻ്റെയും അമ്മ നമ്മുടെ ഡ്രാഗനോട് തൻ്റെ കുട്ടികളുടെ ഫ്യൂച്ചർ സംരക്ഷിക്കാൻ വേണ്ടി ഡ്രാഗനോട് കരഞ്ഞപേക്ഷിക്കുന്ന ഒരു സീനാണ് ഇതിലുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ ഡ്രാഗനും അതുപോലെ തന്നെ നമ്മുടെ ഷാങ്ക്സിൻ്റെ അമ്മയും തമ്മിൽ എന്തൊക്കെ കോൺവെർസേഷൻസ് നടന്നിട്ടുണ്ടാവും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ചാപ്റ്റർ ഇറങ്ങിയാലേ മനസ്സിലാവും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് അവരുടെ ഹണ്ടിങ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അതേസമയം തന്നെ ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ ഒരു ചെറിയ പയ്യനെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ഡ്രാഗൻ നമ്മുടെ സെലസ്റ്റിയൽ ഡ്രാഗനെ തന്നെ ഷൂട്ട് ചെയ്യും. അപ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ തിരിഞ്ഞ് നമ്മുടെ ഡ്രാഗൺ ഒരു സെലസ്റ്റിയൽ ഡ്രാഗനെ ഷൂട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡ്രാഗന് അങ്ങനെയുള്ളൊരു പേര് കിട്ടാൻ കാരണം വെറുതെ ഒന്നല്ല. ഒരു പക്ഷേ ആ സെലസ്റ്റിയൽ ഡ്രാഗൻ ആ ഒരു വെടികൊണ്ട് അവിടെ തന്നെ മരിച്ചിട്ടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. ഒരു സെലസ്റ്റിയൽ ഡ്രാഗനെ കൊന്ന ഒരു ക്യാരക്ടർ പോലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പക്ഷേ നമ്മുടെ ഡ്രാഗൻ ആയിരിക്കും ഒരു സെലസ്റ്റിയൽ ഡ്രാഗനെ ആദ്യമായിട്ട് കൊന്ന ഒരു ക്യാരക്ടർ. നമ്മുടെ ഗാർലിങ്ങെ കൊല്ലുന്നുണ്ട്, ഞാൻ ആ രീതിയിലുള്ള കൊല്ലലല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ 1096 എന്ന് പറയുന്ന ചാപ്റ്ററിൽ കാണിച്ച ചില സീൻസ് തന്നെ ഇതിൽ സെയിം ആയിട്ടുള്ളതുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോക്സ് പൈരറ്റ്സും അതുപോലെ തന്നെ റോജർ പൈരറ്റ്സും അതുപോലെ ഗാർപ്പും ഒക്കെ നമ്മുടെ ഗോഡ് വാലിയിലേക്ക് വരുന്ന ആ സീന്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഗോഡ് നൈറ്റ്സിനെ ഈ ചാപ്റ്ററിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതിൽ ഒരു ഗോഡ് നൈറ്റിനായിക്കോട്ടെ ഒരു കൊമ്പൊക്കെ ഉണ്ട്. പിന്നെ ചാപ്റ്ററിൻ്റെ അവസാനം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഡ്രാഗൻ നമ്മുടെ ഷെംറോക്കിനെയും ഷാങ്ക്സിനെയും രക്ഷപ്പെടുത്തും. ഇനി നമുക്കറിയേണ്ട ഇത്തരം കാര്യങ്ങളാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മുടെ ഡ്രാഗൻ ഷെംറോക്കിനെ ഷാങ്ക്സിനെ രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഷെംറോക്ക് വീണ്ടും നമ്മുടെ ഗാർലിങ്ങിൻ്റെ അടുത്ത് തന്നെ എത്തിയത്? എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഷെംറോക്ക് ഇപ്പോൾ ഒരു ഗോഡ് നൈറ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നടന്നതെന്ന് വലിയൊരു ചോദ്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഡ്രാഗൻ സേവ് ചെയ്തെന്ന് പറയുന്നുണ്ട് രണ്ടുപേരെയും. അപ്പോൾ നമ്മുടെ ഷാങ്ക്സ് എങ്ങനെയാണ് ആ ചെസ്റ്റ് ബോക്സിൽ എത്തിയതെന്നും അതുപോലെ തന്നെ ഷെംറോക്ക് എങ്ങനെയാണ് ഗാർലിങ്ങിൻ്റെ അടുത്ത് തന്നെ എത്തിയതെന്നും വളരെ ഒരു വലിയൊരു മിസ്റ്ററി തന്നെയാണ്. അതുപോലെ തന്നെ അടുത്ത ചാപ്റ്ററിൽ വേണമെങ്കിൽ നമുക്ക് ഡ്രാഗൻ എങ്ങനെയാണ് ഡെവിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്യുന്നതെന്നും ഒരു പക്ഷേ നമുക്ക് ഇവിടുന്ന് റിവീൽ ആയേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രാഗൻ ഒരു സെലസ്റ്റിയൽ ഡ്രാഗനെ വെടിവെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈസി ആയിട്ടൊന്നും നമ്മുടെ ഡ്രാഗന് രക്ഷപ്പെട്ട് പോകാൻ പറ്റില്ല. ഒരു പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും ഡ്രാഗൻ നമ്മുടെ അവിടെയുള്ള ഡെവിൾ ഫ്രൂട്ട്സിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഡെവിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ സ്പോയിലേഴ്സിലുള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് കാത്തിരുന്നേ പറ്റൂ. അപ്പോൾ അടുത്ത ആഴ്ച ബ്രേക്കാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് അടുത്ത ആഴ്ച തള്ളി നീക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് കാത്തിരുന്നേ പറ്റൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം, വീഡിയോ ഹൈപ്പ് ചെയ്യുക. മറ്റൊരു മറ്റൊരു കാണുന്നവരെ ബൈ ബൈ.